പാർട്ടി വിട്ടുപോയ നേതാക്കളെ 10 ദിവസങ്ങൾക്കകം തിരികെ കൊണ്ടുവരണമെന്ന AIADMK നേതാവ് ചെങ്കോട്ടയ്യന്റെ ആവശ്യത്തിൽ മൗനം പാലിച്ച് ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി. AIADMKയിൽ ഐക്യം വേണമെന്നാവശ്യപ്പെട്ട് തേനിയിൽ പലയിടത്തും EPSന്റെ വാഹനം തടയാൻ ശ്രമമുണ്ടായി. മുഹമ്മദ് റയീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. എടപ്പാടി പളനിസ്വാമിക്ക് പ്രശ്നമുണ്ടോ അവിടെ? ഗുഡ് മോർണിംഗ്. നിലവിൽ എടപ്പാടി പളനിസ്വാമിക്ക് നല്ല പ്രശ്നമുണ്ട്. അത് പ്രതിപക്ഷത്തിൽ നിന്നല്ല, പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. കാരണം ചെങ്കോട്ടയ്യൻ AIADMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, തലമുതിർന്ന നേതാവ്, വലിയ പാരമ്പര്യമുള്ള നേതാവ്, ജനസ്വാധീനമുള്ള ആൾ, ഒപ്പം തന്നെ MGRനൊപ്പവും ജയലളിതയുടെ ഒക്കെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ റോള് AIADMKയിലുണ്ട്. നേരത്തെ ഈ AIADMKയിൽ നിന്നും ശശികല, ഒപ്പം തന്നെ TTV ദിനകരൻ, OPS അടക്കമുള്ള നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് കണ്ടു. അതിന് പിന്നാലെ ഇപ്പോൾ BJPയുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് AIADMK. ഇപ്പോൾ EPSന്റെ ഒരു തമിഴ്നാട് പര്യടനം കൂടി നടന്നു വരികയാണ്. അതിനിടയിലാണ് പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ നിരന്തരം പ്രശ്നമുണ്ടാകുന്നത്. നേരത്തെ TTV ദിനകരൻ മുന്നണി തന്നെ വിട്ടുപോയി, OPS മുന്നണി വിട്ടുപോയി. അതിന് പിന്നാലെ ശശികല രംഗത്തെത്തുകയും താൻ AIADMKയെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഒരു പ്രസ്താവന നടത്തി. അതിന് പിന്നാലെയാണ് ചെങ്കോട്ടയ്യൻ ഇന്നലെ അതിരൂക്ഷ വിമർശനം ഈ എടപ്പാടി പളനിസ്വാമിക്കെതിരെ ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം 10 ദിവസത്തിനകം പാർട്ടിയിൽ തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ തങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നതടക്കം അദ്ദേഹം ഇന്നലെ പറഞ്ഞു. ജയലളിതയും ഒപ്പം MGRും ഒക്കെ ഈ സമവായത്തിന്റെ പാതകളൊക്കെ നിരവധി തവണ സ്വീകരിച്ചിട്ടുണ്ട്. അവരൊരിക്കലും തങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിച്ചിട്ടുള്ളത്, മറിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ EPSന്റെ വഴി അതല്ല എന്നതടക്കം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് പിന്നാലെ ഇന്നലെ ഇങ്ങനെ ഒരു അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പര്യടനത്തിൽ വൈകിട്ട് സംസാരിച്ചത്. പക്ഷേ ഈ വിഷയത്തിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ EPS തയ്യാറായില്ല. സർക്കാരിനെ, സ്റ്റാലിൻ സർക്കാരിനെ വിമർശിക്കുക എന്ന ഒരൊറ്റ ദിശയിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീങ്ങിയത്. മറിച്ച് ഈ വിഷയങ്ങളിലൊന്നും അദ്ദേഹം സംസാരിച്ചില്ല. അതിന് പിന്നാലെയാണ് ഈ AIADMKയുടെ പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരുടെ പാർട്ടി പ്രവർത്തകരാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, പക്ഷേ അവർ റോഡിലെത്തുകയും EPSന്റെ വാഹനം തടയാനടക്കം ശ്രമിച്ചത്. നിലവിൽ EPS ക്യാമ്പ് കരുതുന്നത് ഈ ഐക്യത്തിൻ്റെ ആഹ്വാനമൊക്കെയും തള്ളിക്കളയാനാണ്. തനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോലും BJPയുമായി ചേർന്നുകൊണ്ട് തമിഴ്നാട് ഭരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഐക്യ ആഹ്വാനമൊക്കെയും അവഗണിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ OPS അടക്കമുള്ളവരെല്ലാം ഒരു കുടക്കീഴിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ BJPയും EPSനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഒരു ഐക്യത്തിന് വേണ്ടി. എന്തായാലും അടുത്ത 10 ദിവസം നല്ല റഗീസ്, താങ്ക് യു.